ബോധം വന്നല്ലോ. 2 പാൽക്കാരെ. എടാ പാര നിങ്ങൾ മറ്റേ പാരാസൈക്കോളജിസ്റ്റ് അല്ലേ? നിങ്ങളെന്താ ഇവിടെ? പ്രേതമുള്ളിടത്തല്ലേ ഞാൻ വരുള്ളൂ. അല്ല ആരാ മാര്? ഞങ്ങള് ക്രിസ്മസ് ആയിട്ട് വന്നതാ ആഘോഷിക്കാൻ. അതെ ഇത് സാന്റാക്ലോസാ. സാന്റാ റീന മേഡത്തിനെ വിളിക്ക്. റീന മേഡത്തിനെ അറിയാം ഞങ്ങള്. റീന മേഡം ഇവിടെ ഉണ്ട്. എനിക്ക് ഇവരെ അറിയില്ല. എനിക്ക് പറഞ്ഞൂടാ. മാഡം ഇവിടെ കമോൺ. ഞാനാ സിബിൻ. ഞാൻ വിളിച്ചിരുന്നു മാഡം. ഇവിടെ മാഡത്തിന് ഓർമ്മയില്ലേ മാഡം? ഇല്ല. മാഡം ഞാനാണ് സിബിൻ. മാഡത്തിനെ ഫോൺ ചെയ്തിരുന്നു സൂര്യ ടിവിയുടെ ഷോ ചെയ്യാനായിട്ട്. എന്റെ റൂമിൽ വരാതെ നിങ്ങൾ ഇങ്ങോട്ട് എവിടെയാ പോയത്? മാഡം ഞങ്ങൾ മാഡത്തിന്റെ റൂമിലേക്ക് തന്നെ വരാൻ പോയതും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുതിര ഉണ്ടല്ലോ, അവളെ വഴി തെറ്റി. ചേച്ചിക്ക് തരാടി. ഇവളാണ് അല്ലേ? ഇവള് സ്ഥിരം ഞങ്ങൾക്കിട്ട് പണി തരുന്ന ആളാണ്. ലേലു അയച്ചുവിട്. ലേഡീസ് ഗോ ഹെഡ്. നീ കാരണമാണ് പറഞ്ഞത് ഗോ ഹെഡ്. ഇവിടെ 5 സുന്ദരികൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? 5 പേരുണ്ടല്ലോ. 1 2 3 4 5 6 7 പേരില്ലേ? ഓരേ സഹോദര. സഹോദരൻ. മേഡം തന്നെ അവിടെ നിൽക്കുന്നത്. മേഡം ഇവിടെ വരൂ. ശരി മേഡം അല്ലേ നമ്മുടെ ഹോസ്റ്റൽ? പ്ലീസ് കം ഹിയർ. എന്ത് സുന്ദരിയായ വാർഡൻ. അയ്യോ, ഇതാണ് നമ്മുടെ സ്വന്തം റീനാമ്മ. ഇനി ഡിസംബർ 29 മുതൽ നിങ്ങളുടെയും സ്വന്തം റീനാമയാൻ പോട്ടെ. റീനാമയാണ് ഈ ഹോസ്റ്റൽ ഇങ്ങനെ കയ്യിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം മെയിൻ ആള്. ഞാനൊക്കെ ഇവിടെ എത്ര വർഷമായിട്ട് തരുന്നു, ഒരു മുറിയുടെ വാതിക്ക് പോലും എത്താൻ പറ്റിയിട്ടില്ലല്ലോ. അത് നിന്റെ ഭാഗ്യമാണ്. പഴയ പാൽക്കാരൻ പയ്യന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. അതാവാനാ ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. പേര്? എന്റെ പേര് ഗബ്രിയൽ. വെറും ഗബ്രിയലോ? ഡോക്ടർ ഗബ്രിയൽ. അപ്പൊ ഇവിടെ ശരിക്കും പ്രേതമുണ്ടല്ലേ? ഞാൻ ഇവിടെ നിൽക്കുന്ന കാര്യമുണ്ടോ? അതിപ്പോ നിക്കണ കാര്യമുണ്ട്, നമുക്കറിയാം. എന്റെ മുഖത്ത് വെള്ളം തെളിച്ച ഈ പാൽക്കാരൻ ആരെന്ന് ചോദിച്ചു. അത് സ്വന്തം ACP ആണത്. പഞ്ചായത്തിലെ എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ. കാണും. വുമൻസ് ഹോസ്റ്റലില് ഞാനാണല്ലോ ഇവിടെ. എന്താ പേര്? ഇപ്പോഴാണ് ശവളൻ. മതിന്റെ മുകളിൽ വെച്ച് പരിചയപ്പെടാൻ പറ്റിയില്ല. ഗ്ലാഡ് ടു മീറ്റ് ശവളൻ. സമയമുണ്ട്. അത് കൊള്ളാം. ശരി. പിന്നെ ഇവിടെ ഒരു സുന്ദര അവനെനിക്ക് താല്പര്യമില്ല. അസൂയ എനിക്ക് എനിക്ക് മാത്രമല്ല ഇനി കേരളത്തിലുള്ള സകല പുരുഷന്മാർക്ക് അസൂയ തോന്നാൻ പോകുന്ന ഒരുത്തനാവൻ. ഈ പെമ്പിള്ളേരുടെ കൂടെയാണ് അവന്റെ താമസം. അയ്യോ യക്ഷി. ഇതാരാ മാഡം? Myself Tia. Here I am doing a role Brinda. ഒരു സുന്ദരിയാണ് വൃന്ദ. നിങ്ങൾ 5 സുന്ദരികളിലെ നേരത്തെ പറഞ്ഞാണ്. ചോദിക്കുന്നില്ലല്ലോ. പുള്ളിക്കാരത്തിക്ക് ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്പലത്തിൽ പോയി, അതാണ് ലേറ്റ്. ഇതാരാ ഈ കുട്ടി ആരാ? ഞാൻ മേഘ പൊതുവാൾ. അല്ല, നിങ്ങൾ വന്നപ്പോ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവന്നോ? ഒരു സ്ഥലത്ത് വരുമ്പോ അലുവ ഉണ്ടാക്കി എന്നാ തരുമോ? ഇപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ പൊതുവാളിന്റെ ശരിക്കുള്ള സ്വഭാവം? പൊതുവാൾ സ്ഥിരമായി പൊതുവായി കഴിക്കുന്ന ഒരാളാണ്. ഫുൾ കഴിപ്പിന്റെ ആളാണ്. ആ കഴിപ്പിന്റെ കാര്യം പറയുമ്പോഴ് ഈ പുള്ളിക്കാരത്തെ തീറ്റിപ്പോരുന്ന ഒരു ഐറ്റം ഇവിടെ ഉണ്ട്. അതിന് ഞാൻ മൈക്ക് കൊടുക്കാം. ചേച്ചി, എന്താ ചേച്ചിയുടെ പേര്? മന്ദാകിനി ഐസക്. പിടിച്ചോ കൊച്ചു തോന്നിക്കുന്നത്. ഞങ്ങളെ വഴിതെറ്റിച്ച മാഡം. എന്താ പേര്? എന്റെ പേര് അലീന. പ്രേക്ഷകരെ ഈ മുഖം നോക്കി വെച്ചോളൂ. ഇവളാണ് ഇതിലെ ജാഗ്രത. സൂക്ഷിക്കുക അവളെ. ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ? അതിലൊരു കഥയുണ്ട്. കൊടുക്ക്, മൈക്ക് കൊടുക്ക്. എന്താണ് ഐറ്റം പറഞ്ഞോ? ഞാനാണ് കിരൺ പ്രഭാകർ, ബോക്സറാണ്. ഹലോ, പറയൂ. ആരാണ്? എന്താണ്? ഞാൻ അനന്യ ഭാസ്കർ. ഐ ആം ബേസിക്കലി എ മജീഷ്യൻ. നെക്സ്റ്റ് സുന്ദരി. ഞാൻ ഷൈനി വിൽസൺ. എനിക്ക് ഇവിടെ വന്ന ആരെയും വിശ്വാസമില്ല, എനിക്ക് എല്ലാരെയും സംശയം. നിങ്ങളൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾ പരിചയപ്പെട്ട സ്ഥിതിക്ക്, ഞങ്ങളുടെ പ്രേക്ഷകർക്കും മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾക്ക് കുറെ സമ്മാനങ്ങൾ തരണമുണ്ട്. അത് വേണ്ടെന്ന് ആദ്യം തരാൻ പെട്ടെന്ന് ഗെയിമില് വിന്നേഴ്സ് ആവുന്നവർക്കാണ് ഞങ്ങൾ സമ്മാനം തരുന്നത്. അപ്പൊ നമുക്ക് 2 ടീമായിട്ടാണ് നിങ്ങൾ ആവശ്യം. 5 സുന്ദരികൾ ഇപ്പുറത്തേക്ക് വരൂ പ്ലീസ്. നിങ്ങൾ 2 പേരും ഇപ്പുറത്തേക്ക് വരൂ. അപ്പൊ ലെറ്റ്സ് ഡു ദിസ്. ക്രിസ്മസ് എക്സ്പ്രസ്. സാധാരണ അവസാനമാണ് റീത്ത് വെക്കുന്നത്, പക്ഷെ നമ്മളിപ്പോ ആദ്യമേ റീത്ത് തുടങ്ങാണ്. റീത്ത് ഗെയിം. ശരി, അപ്പൊ ഗെയിം സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം കഴുത്തിലിടുക.
എന്നിട്ട് നമ്മൾ കൈ ഉപയോഗിക്കാൻ പാടില്ല. Yes. കൈ ഉപയോഗിക്കാതെ നിങ്ങൾ തല വെച്ച് ഇത് പാസ് ചെയ്ത് ഏറ്റവും അറ്റത്തെത്തിക്കണം. അവിടെ ഇരിക്കുന്ന ആ ക്രിസ്മസ് ഗിഫ്റ്റ് മുഴുവൻ ജയിക്കുന്നവർക്കുള്ളതാണ്. പക്ഷെ ഒരാൾക്ക് ഒരു ഗിഫ്റ്റേ ഉള്ളൂ, ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. തോറ്റ ടീമിനും കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. മാം ആണ് റെഫറി. കൗണ്ട് ഡൗൺ വേണം. സ്റ്റാർട്ട് പറയും, അതുവരെ വെയിറ്റ് ചെയ്യണം. 3, 2, 1 സ്റ്റാർട്ട്. കഴുത്തിലിട്. കൈ ഉപയോഗിക്കാൻ പാടില്ല. നേച്ചേഴ്സ് നർച്ചർ ഫുഡ് മിക്സ് ആൻഡ് ചപ്പാത്തി മിക്സ് നൽകുന്ന സമ്മാനമാണ്. അത് ഡയബറ്റിക് ഫ്രണ്ട്ലി ആണ്. നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ നമ്മുടെ രണ്ടാമത്തെ ഗെയിം. നീ രണ്ടാമത്തെ ഗെയിം എന്താണെന്ന് പറഞ്ഞു കൊടുക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജയിക്കാനുള്ള ഗെയിമാണ് മന്ദാകിനി. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോളൂ എല്ലാരും. ഈ സംഭവം ഇങ്ങനെ വെക്കുക. ഓക്കെ, അതിനുശേഷം ഈ സ്കെയില് ബാലൻസ് ചെയ്ത് ഇതിൽ വെച്ചതിന് ശേഷം അപ്പുറത്തിരിക്കുന്ന പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അത് മുഴുവൻ യൂസ് ചെയ്യണം. ഈക്വൽ ആയിട്ട് ഈ പ്രോപ്പർട്ടീസ് മുഴുവൻ യൂസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഈ സ്കെയിലിനെ നിർത്തണം. നിങ്ങളുടെ ടീമിൽ ആരും ശ്യാമളനും. ഓക്കെ, പക്ഷെ 1 മിനിറ്റ് തീർക്കണം കേട്ടോ. റെഡി അല്ലേ? ബോയ്സ് റെഡിയോ? ഓൾ ദി ബെസ്റ്റ്. സ്റ്റാർട്ട്. കൈയടിച്ചു കൊടുത്തേ. ഓക്കെ, നമ്മളെന്തിനാ കൈയടിക്കുന്നത്? ശ്യാമള, കോമള, നോക്കാനുള്ള പ്രോത്സാഹനം. ഇതിൽ പിടിച്ചോ സ്കെയിലിൽ പിടിച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല. സ്കെയിലിൽ കെട്ടിപ്പിടിച്ച് വെക്ക അങ്ങോട്ട് വെച്ചോ. ലാസ്റ്റ് നിങ്ങൾ വിടുമ്പോഴത്തേക്ക് ടൈം എടുത്ത് ബാക്കി എവിടെ വെക്കും? ബാക്കി എവിടെ വെക്കും? ശക്തമായിട്ട് കാറ്റടിച്ചാൽ ഇത് താഴെ വീഴാം. ഇതിൽ പിടിച്ചോ 5, 4, അരവേ 3, ബാലൻസ് 0. കൈയെടുത്തേ. വെരി ഗുഡ്. ഈ മത്സരം കളിക്കാൻ പോകുന്നത് അനന്യയും മേഘയുമാണ്. Your time. ഗേൾസ് സ്റ്റാർട്ട്. യെസ് ഞാൻ തൊണ്ടര നീ പിടിച്ചോ. യു ഹോൾഡ് 17, 19. മാത്സ് അപ്ലൈ. 19. അങ്ങനെ സമയം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അത് കറക്റ്റ് ബാലൻസ് ചെയ്യേ. ഇംഗ്ലീഷ് പറയാൻ ഒരു കുറവുമില്ല. ബോൾ തൂക്കാനാണ് പാട്. 2 ബിരിയാണി. ബോളെടുത്ത് മേശയെ വെക്കുന്നു. 3, 2, 1 അപ്പോ ക്രിസ്മസ് എക്സ്പ്രസ് പ്രോഗ്രാമിൽ ഇതാ രണ്ടാമത്തെ ഗെയിമിൽ ജയിച്ചിരിക്കുന്ന ടീമിന് കിട്ടുന്നത് ടേസ്റ്റി പുഡിംഗ് സ്പൈസ് കേക്ക് നൽകുന്ന അത്യുഗ്രൻ അപ്പൊ ഗാർമെന്റ് സ്റ്റീമർ നമ്മൾ മാഡത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞങ്ങൾ പോയിട്ട് ബ്രേക്ക് എടുത്തിട്ട് വരാം. ഇത് ക്രിസ്മസ് എക്സ്പ്രസ് വിത്ത് 5 സുന്ദരികൾ. അങ്ങനെ നമ്മുടെ അവസാനത്തെ ഗെയിമിന്റെ സെറ്റപ്പ് വന്നിട്ടുണ്ട് കേട്ടല്ലേ. വളരെ ചെറിയ സെറ്റപ്പാണ്. ഇതാണ് നമ്മുടെ ഡിസിഷൻ ടേക്കിംഗ് ഗെയിം കേട്ടോ. ഷൈനി കണ്ണാടി വരി വെച്ചോ. റെഡി? മുട്ട്, തോള്, മുട്ട്, തോള്, തല, ഗിഫ്റ്റ്. ആവേശമേറിയ ഈ മത്സരം കഴിഞ്ഞപ്പോൾ പറയടാ 5 സുന്ദരികൾ ജയിച്ചിരിക്കുന്നു.